റംസാൻ മൊഴികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് മുസ്തഫ. ലോകമെമ്പാടും ഇസ്ലാം മതവിശ്വാസികൾ നോമ്പനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ റമളാൻ മാസത്തിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക വിശ്വാസപ്രകാരം നിർബന്ധമാണ് ഈ ഒരു മാസത്തെ വ്രതാനുഷ്ഠാനം. എന്നാൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കും നോമ്പ് എങ്ങനെ ആരോഗ്യകരമായി അനുഷ്ഠിക്കാം എന്ന ഒരു ടിപ്പിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ. നമുക്കറിയാം, പ്രമേഹ രോഗികൾക്ക് ബ്ലഡിലുള്ള ഷുഗറിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗമാണ് പ്രമേഹ രോഗമെന്ന് പറയുന്നത്. എന്നാൽ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് അത് ക്രമാതീതമായി കുറഞ്ഞു പോവുകയും വലിയ അപകടങ്ങൾ വരുത്തി തീർക്കാം. അതുകൊണ്ട് തന്നെ ഈ രോഗികൾ അവരുടെ മരുന്നിൽ അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിലും ചില മാറ്റങ്ങൾ ഈ വ്രതാനുഷ്ഠാന സമയത്ത് ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, പൊതുവെ നമ്മൾ മനുഷ്യർ പകൽ സമയത്താണ് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത്. അതേപോലെ രാത്രി സമയത്ത് നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല. ഈ പകൽ സമയത്ത് കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ബ്ലഡ് ഷുഗറിൻ്റെ അളവ് പകൽ സമയത്താണ് കൂടുതലായിട്ടുണ്ടാവുക. അതേസമയത്ത് രാത്രി നമ്മൾ ഡിന്നർ കഴിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ലേറ്റ് നൈറ്റിൽ നമ്മളുടെ ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ കുറഞ്ഞു വരികയാണ് പതിവ്. അങ്ങനെ ഏർലി മോർണിംഗ് എത്തുമ്പോഴേക്ക് ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ നോർമൽ ലെവലിലേക്ക് എത്തേണ്ടതാണ്. എന്നാൽ ഇവിടെ നമ്മുടെ ഭക്ഷണ രീതിയിൽ ഒരു മാറ്റം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വ്രതം എടുക്കുന്ന ആളുകൾ പകലിൽ പൂർണ്ണമായിട്ടും പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് കൊണ്ട് ഈ പ്രമേഹ രോഗികളുടെ ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ ക്രമാതീതമായി കുറയുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ മരുന്നിൽ ഒരു മാറ്റം വരുത്തേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പകൽ സമയത്തുള്ള മരുന്ന് വളരെയധികം കുറയ്ക്കുകയും, എന്ന് വെച്ചാൽ രാവിലെ അത്താഴം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കേണ്ട ബ്ലഡ് ഷുഗർ കുറയ്ക്കേണ്ട മരുന്ന്, ഗുളികയായാലും ശരി ഇൻസുലിൻ ആയാലും ശരി, അതിൻ്റെ ഡോസ് നമ്മൾ കുറച്ചാണ് വെക്കേണ്ടത്. എന്നാൽ രാത്രി സമയത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം, നോമ്പ് തുറന്നതിന് ശേഷം കൂടുതൽ ഭക്ഷണം കഴിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് രാത്രി സമയത്തുള്ള ഇൻസുലിൻ്റെ ഡോസും അതേപോലെ തന്നെ ബ്ലഡ് ഷുഗറിൻ്റെ മരുന്നും നമ്മൾ ഡോസ് കൂടുതലായിട്ടും ഉപയോഗിക്കേണ്ടതുണ്ട്. കാരണം രാത്രിയിൽ ചിലപ്പം 1, 2, 3 പ്രാവശ്യം ഭക്ഷണം കഴിക്കുകയും പകലിൽ തീരെ ഭക്ഷണം കഴിക്കാതെയും ഇരിക്കുന്ന ഒരവസ്ഥയാണ് നോമ്പുകാലത്തുള്ളത്. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ മോർണിംഗ് ഇൻസുലിൻ ഹൈ ഡോസായി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഒരു അസ്ർ നമസ്കാരം കഴിയുന്നതോട് കൂടിയിട്ട് നമ്മൾ നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സമയത്തേക്ക് ഏകദേശം ബ്ലഡ് ഷുഗർ ലെവൽ വളരെയധികം കുറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോവുകയും നോമ്പിനെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്കും എത്താനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഷുഗറിനെ ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. പക്ഷേ ജനറൽ ആയിട്ടുള്ള ഒരു അഡ്വൈസാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അതേപോലെ തന്നെ നമ്മൾ രാത്രിയുള്ള മരുന്നിൻ്റെ ഡോസേജ് നമ്മൾ കൂട്ടി എടുക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ രാത്രി നോമ്പ് തുറന്ന സമയത്തൊരു ഭക്ഷണവും പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ഭക്ഷണവും പിന്നീട് ഏർലി മോർണിംഗ് നമ്മൾ നമ്മുടെ അത്താഴമായിട്ട് മൂന്നാമതൊരു ഭക്ഷണവും കഴിക്കുന്നത് കൊണ്ട് രാത്രിയിലുള്ള ബ്ലഡ് ഷുഗറിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുവാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോമ്പല്ലാത്ത സമയത്ത് ചെയ്തിരുന്ന മരുന്നിൻ്റെ നേരെ വിപരീതമായിട്ടാണ് നോമ്പ് സമയത്ത് ഈ പ്രമേഹ രോഗികൾ മരുന്ന് കഴിക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ, പകൽ സമയത്തുള്ള മോർണിംഗ് അത്താഴത്തിൻ്റെ കൂടെ കഴിക്കുന്ന മരുന്നിൻ്റെ ഡോസ് കുറയ്ക്കുകയും രാത്രി നോമ്പ് തുറന്നതിന് ശേഷമുള്ള മരുന്നുകളുടെ ഡോസ് അല്ലെങ്കിൽ ഇൻസുലിൻ്റെ ഡോസ് കൂട്ടിയുമാണ് നമ്മൾ ഈ സമയത്ത് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പ്രമേഹ രോഗികൾക്കും നോമ്പ് അനുഷ്ഠിക്കുവാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഈ രീതിയിലുള്ള സൂക്ഷ്മത നമ്മൾ പാലിക്കുകയാണെങ്കിൽ വിശ്വാസകരമായ നമ്മളുടെ കടമകൾ പാലിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യപരമായ നമ്മുടെ കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കുവാനും കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. റംസാൻ മൊഴികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മുഹമ്മദ് മുസ്തഫ.